നമ്മുടെ കേരളത്തിലും ലോകത്തും ഇന്ന് ഭിന്നശേഷിക്കാരോട് പ്രത്യേക കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കരുണയും പരിഗണനയും പേപ്പറിൽ മാത്രം ഒതുങ്ങിയെന്നൊരു കാര്യമില്ല, പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് മാത്രം കാര്യമില്ല, പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് നമ്മുടെ പുതിയ കെട്ടങ്ങൾ കെട്ടിയ അവസരത്തിലൊക്കെ തന്നെ അത്തരം വിദ്യാർത്ഥികൾക്ക് കൂടി കടന്നു വരുന്നതിന് വേണ്ടിയുള്ള സംവിധാനം കൂടി ഒരുക്കിയിരുന്നു. ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിലുള്ള സ്കൂളിനെ ഏൽപ്പിക്കും നടത്താൻ വേണ്ടി. ഈ ഒരു സംവിധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവരെ മുഖ്യ ധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, മാധ്യമ ശ്രദ്ധയിലൂടെ ജനങ്ങൾ അറിയണമെങ്കിൽ, അവർക്ക് പ്രോത്സാഹനം ലഭിക്കണമെങ്കിൽ, അവർക്കൊരു ആത്മവിശ്വാസം ലഭിക്കണമെങ്കിൽ ഇങ്ങനെ അവരെ കൂടി പരിഗണിക്കുന്നു എന്നുള്ള കാര്യം കാണേണ്ടതായിട്ടുണ്ട്. അതിൽ ആ രൂപത്തിൽ ചിന്തിച്ചാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞാൻ ചെന്ന അവസരത്തിൽ അവരുടെ രക്ഷകർത്താക്കളും കുട്ടികൾക്കൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു. അവർക്ക് ഹാരം ഇട്ടപ്പോഴൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു. അവർക്ക് മിഠായി കൊടുത്തപ്പോഴൊക്കെ വലിയ സന്തോഷമായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ വന്ന് ഈ മേളയിൽ പങ്കെടുത്തിട്ട് പോയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും നിശ്ചയമായും ഒരു പുതിയ ആത്മവിശ്വാസം ഉണ്ടായി കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കില്ല. അവൻ്റെ അപകർഷബോധം 50% കുറഞ്ഞു കാണും. എന്ന് മാത്രമല്ല, SCERT ഇൻക്ലൂസീവ് സ്പോർട്സ് മാനുവൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. മാധ്യമങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കലാമേളയിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിനൊരു മാനുവലുണ്ട്. ആ മാനുവൽ കോടതിയിലൊക്കെ ചോദ്യം ചെയ്തൊക്കെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പം മാനുവലിന് വിധേയമായിക്കൊണ്ട് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോഴേ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഒളിമ്പിക്സ് പോലെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടത്തുന്നത് ഭാവിയിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് ആലോചിക്കാം. മാനുവൽ ഭേദഗതി ചെയ്യേണ്ടി വരും.